സെപ്റ്റംബർ 15 വ്യാകുല മാതാവിന്റെ തിരുനാൾ ആഘോഷിച്ച് ആഗോളസഭ. കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാളിന്റെ പിറ്റേ ദിവസമാണ് ദൈവമാതാവിന്റെ 7 വ്യാകുലതകളുടെ തിരുനാൾ കൊണ്ടാടുന്നത്. 1814 വിപ്രവാസത്തിൽ നിന്ന് സ്വതന്ത്രനായപ്പോൾ 7-ാം പിയൂസ് മാർപ്പാപ്പ സ്ഥാപിച്ചതാണ് ഈ തിരുനാൾ. അതിനു മുമ്പ് മേരി ദാസരുടെ സഭയ്ക്ക് ഈ തിരുനാൾ കൊണ്ടാടാൻ അനുമതി നൽകിയിരുന്നു. ദൈവമാതാവിന്റെ ശുദ്ധീകരണ ദിവസം ഉണ്ണീശോയെ ശെമയോന്റെ കരങ്ങളിൽ കാഴ്ചവെച്ചപ്പോൾ അദ്ദേഹം ഈ കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് ഈ ശിശു അനേകരുടെ ഉന്നമനത്തിനും അനേകരുടെ അധംപതനത്തിനുമായി നിയുക്തനായിരിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മറിയത്തോട് പറഞ്ഞു, ഒരു വാൾ നിന്റെ ഹൃദയത്തെ ഭേദിക്കും. ഈ വചനമാണ് 1-ാമത്തെ വ്യാകുലതയായി എണ്ണിയിരിക്കുന്നത്. ഹെറോദസിന്റെ വാളിൽ നിന്ന് രക്ഷപ്പെടാൻ ഈജിപ്തിലേക്കുള്ള പലായനം 2-ാമത്തെ വ്യാകുലതയും 12 വയസ്സുള്ളപ്പോൾ ഈശോ ദൈവാലയത്തിൽ കാണാതായത് 3-ാമത്തെ വ്യാകുലതയുമായിരുന്നു. ഈശോ ഗാഗുൽത്തായിലേക്ക് കുരിശു വഹിച്ചു കൊണ്ടുപോകുന്ന കാഴ്ച മറിയത്തിന്റെ 4-ാമത്തെ വ്യാകുലതയും ഗാഗുൽത്തായിൽ കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്നത് 5-ാമത്തെ വ്യാകുലതയും ഈശോയുടെ മൃതശരീരം മടിയിൽ കിടത്തിയത് 6-ാമത്തെ വ്യാകുലതയും നമ്മുടെ കർത്താവിന്റെ സംസ്കാരം 7-ാമത്തെ വ്യാകുലതയുമായി ധ്യാനിക്കുന്നു. ഇങ്ങനെ പ്രധാനപ്പെട്ട 7 വ്യാകുലതകൾ ദൈവമാതൃഭക്തർ കൈവിരലെണ്ണി ധ്യാനിക്കുന്നെങ്കിലും ബെത്ലഹേമിലെ കാലിത്തൊഴുത്തും നസ്രത്തും പരിശുദ്ധജീവിത രംഗങ്ങളും എത്രമാത്രം വ്യാകുലതകൾക്ക് കാരണമായിട്ടുണ്ടെന്ന് ആർക്കു വർണ്ണിക്കാൻ കഴിയും? പരിശുദ്ധ വ്യാകുല മാതാവേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ.